അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ദിവസത്തെ നോമ്പ് തുറക്കുന്ന കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞ് വ്ളോഗാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ എണ്ണക്കടി ഐറ്റംസ് നല്ല മോമോസ് ഉണ്ടല്ലോ അതായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് ചിക്കനൊക്കെ പച്ചയിൽ തന്നെ മിക്സിയിലിട്ട് കണ്ട് കറക്കി അരച്ച് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് 2 സവാളയും 2 സ്പൂൺ കുരുമുളകും പൊടി, മല്ലിയിലയും 2 പച്ചമുളകും പിന്നെ ഇട്ടിക്കണം കേട്ടോ. പിന്നെ അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച്. എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ മോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ എന്നും എണ്ണക്കടികളെല്ലാം ഉണ്ടാക്കൽ. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് വെറൈറ്റി ആക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ശരിക്കും എത്രത്തോളം ശരിയായിക്കിടുന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉണ്ടാക്കിയത് പിന്നെ കുളയിന് കേട്ടോ. ശരിക്കും ഉണ്ടാക്കാനൊന്നും നമുക്ക് അറിയണില്ല, കഴിയണില്ല. ഉണ്ടാക്കാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ ശരിക്കും ശരിയായിട്ടൊന്നുമില്ല. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അതൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ കലക്കിയിട്ട് മൈദനെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പരത്തിങ്ങാണ്ട് ഇതാക്കി കൊടുക്കണമൊക്കെ ഉണ്ട്. പക്ഷേ അതിങ്ങനെ എല്ലാ വീഡിയോസിലും നമ്മളിങ്ങനെ ഞെറിഞ്ഞ് നല്ല ഭംഗിയിൽ വല്ല മോഡലിലും ഉണ്ടാക്കണ കാണാം. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു ഐഡിയ ഇങ്ങോട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ മൈദയ്ക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കണ്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യുമൊക്കെ ഒട്ടിപ്പൊടിച്ചും ഫസ്റ്റ്. പിന്നെ നമ്മൾ കുഴച്ചിട്ട് പൊടിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി കണ്ട് ഇട്ടുകൊടുത്തങ്ങാണ്ട് കുഴച്ചിങ്ങാണ്ട് പിന്നെ ഒട്ടിപ്പൊടിയൊക്കെ മാറുന്നത് വരെ കുഴച്ചെടുക്കണം. നമ്മൾ ഫസ്റ്റത്തെ ദിവസം തന്നെ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് പൊടി വാട്ടിയിട്ട് ഞാൻ ചൂട് പോകാൻ വേണ്ടി നമ്മളെ തിണ്ടിൽ ഇട്ടുകൊടുത്തിക്കണം. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ പത്തിരി പലക എടുത്തിട്ട് നമ്മൾ പത്തിരി പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റത്തെ ദിവസം എല്ലാവരും ഒന്ന് പത്തിരി ട്രൈ ചെയ്യും. പിന്നെയൊക്കെ ആർക്കും പിന്നെ പത്തിരി വേണ്ടി വരില്ലല്ലേ. നമുക്കിവിടെ പിന്നെ അല്ലാതെ പത്തിരിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. എന്നാലും നമ്മൾ ഫസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ ദിവസം പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിക്കണത്. പിന്നെ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ചോറാകും. അങ്ങനെ മാറി മാറി വരും സംഭവങ്ങൾ. അപ്പോൾ എന്നും എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് തന്നെ കാര്യം. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ദിവസം നമ്മൾ പത്തിരിയൊക്കെ ചുട്ടിക്കണം. ചിക്കൻ കറിയും പത്തിരിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിയൊക്കെ കുറച്ച് പരത്തിയെടുക്കണം. പിന്നെ അന്ന് അടുക്കളയ്ക്ക് വന്നപ്പോൾ തന്നെ കുറേ സമയമായിക്കണുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിൽ പിന്നെ അന്ന് വീട്ടിൽ പണി ആയതുകൊണ്ട് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയമായിക്കണം. പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കി വാങ്ങി കൊടുത്തപ്പോൾ തന്നെ ഇങ്ങോട്ട് റെഡി ആക്കിയേക്കണം. കറിയൊക്കെ പിന്നെ മഗ്‌രിബ് നിസ്കാരവും ഖുർആനോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കറിയൊക്കെ പിന്നെ ഫുള്ളായിട്ട് കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണത്. അപ്പം എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ എന്തതിന് പറയാം മോമോസോ ഈ സംഭവമാണ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ അതിൻ്റെ മൈദ ഞാൻ ഞോക്ക് പിന്നെ കുഴച്ചിങ്ങാണ്ട് അത് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കുഴച്ചിങ്ങാണ്ട് ആ പത്തിരി പല്ലുമ്മ തന്നെ ഇട്ടിട്ട് ഒന്ന് പരത്തിങ്ങാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പത്തിരി പലകമ്മ പിന്നെ അത് കൊള്ളണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കൂടിയൊക്കെ ഇതുമ്മ പരത്തി നോക്കിയിട്ട് അപ്പോൾ കട്ടി ഇങ്ങോട്ട് കുറഞ്ഞും കിട്ടണില്ല. കുറച്ചൊക്കെ കട്ടി കുറയുവാണല്ലോ. അത് നമ്മൾ കരുതിയ പോലെ ഇങ്ങനെ മടക്കിയെടുക്കണേ. പിന്നെ ആവിക്ക് വേവിച്ചുമ്പോൾ കുറേ കട്ടി ഉണ്ടാകുമ്പോൾ എല്ലാം പാടെ ചേരണ സ്ഥലം ഉണ്ടാവുമല്ലോ, ഞെറിഞ്ഞ് ഉണ്ടാകണം. അപ്പോൾ അവിടെ വെന്തും കിട്ടൂല. അപ്പോൾ കട്ടി പരമാവധി കുറക്കാൻ നോക്കണം. അപ്പോൾ നമ്മളെ പത്തിരി പലകമ്മ ഇപ്പോൾ റെഡി ആക്കണം. അപ്പോൾ ഞാൻ പിന്നെ പത്തിരി പരത്തിയ പൊടിയൊക്കെ കുഴച്ചതൊക്കെ ഉണ്ടേനി. അപ്പോൾ അവിടെ തന്നെ ഇട്ട് കണ്ടൊന്ന് പരത്തി കൊടുക്കട്ടെ. നമ്മളെ തിണ്ടിലിട്ടിട്ട് കണ്ട് വലിയതാക്കി കനം കുറച്ച് കൊടുക്കുകയാണ്. കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്താണ്. നമ്മളെ പൊരിച്ച പത്തിരി ഞാൻ കട്ട് ചെയ്യൂല. അതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പാത്രത്തിൻ്റെ ഒരു അളവ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് കേട്ടത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇതിൽ ഇത്ര വട്ടം പോരാ തോന്നിയിട്ട് ചിലതൊക്കെ ഞാൻ വീണ്ടും പരത്തി കൊടുത്തിന് കേട്ടോ. പിന്നെ മൈദ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടൊക്കെ കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യായതുകൊണ്ട് നമുക്ക് ഇതിനൊരു ഐഡിയ മനസ്സിലായിട്ടില്ല. ഇനി അടുത്തിൽ കുറച്ചും കൂടിയൊക്കെ അങ്ങനെ എല്ലാം 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴാണല്ലോ ഒന്ന് ലെവലായി കിട്ടുക. അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അപ്പോൾ വീഡിയോ എടുത്തതല്ലേ വിചാരിച്ചുകൊണ്ട് കേടെന്ന് വിചാരിച്ചുകൊണ്ട് ഇടാൻ നിന്നിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അതേപോലെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചിക്കനും കൂടുതൽ ചിക്കനാണ് കേട്ടോ അതിലിട്ട് കൊടുക്കണത്. സവാളൻ്റെ ഇലാറൊക്കെ ചിക്കനാണ്. ചിക്കന് പച്ചയിൽ ഇങ്ങോട്ട് അരച്ചിട്ട് കുരുമുളകും പൊടിയും പിന്നെ സോയാ സോസും പച്ചമുളകും ഉപ്പും പിന്നെ ഒക്കെ ഇട്ടിട്ടാണ് മിക്സ് ആക്കിയേക്കാണ് കേട്ടോ. വേറെ ഒന്നും അതിൽ മസാലക്ക് ചേർക്കണമെന്നില്ല. അത് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തേക്കാണ്. അത് ആവിയിൽ വേവിച്ചുമ്പോഴാട്ടോ ചിക്കനൊക്കെ വേകണത്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയപ്പോൾ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ അത് ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷമാണ്. രണ്ടാമത്തെ ദിവസം ഞാനത് പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് പൊരിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ പെരത്തൽ കഴിഞ്ഞാണ്ട് ഓളത് ചുട്ടെടുക്കണുണ്ട് കേട്ടോ. ഒരാളെ ചുടാൻ ഏൽപ്പിച്ചേക്കാണ്. കുറേ സമയമായി കേട്ടോ നമ്മൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ. അപ്പോൾ നമ്മളെ ഇതങ്ങനെ ഉണ്ടോ ഈ സംഭവം കുറേ ഉരുട്ടിയതുണ്ട്, കുറേ പൂവടാക്കിയതുണ്ട്, പിന്നെ നമ്മളെ മോമോസ്. അപ്പോൾ അതാ ഇവളുണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഇങ്ങോട്ട് റെഡി ആയിക്കണ്. ഞാൻ ഉണ്ടാക്കിയില്ലാറെ കുറച്ചൊക്കെ റെഡി ആയിക്കണ്. എന്നാലും ഫുള്ളായിട്ട് ഇങ്ങോട്ട് ലെവലായിട്ടില്ല കേട്ടോ. പിന്നെ അതാ പത്തിരിയൊക്കെ ഞാൻ പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മളെ കാസറോളിൽ വെച്ച് കൊടുത്ത് നടന്ന് അടച്ച് വെക്കാണ് കേട്ടോ. ഞാൻ പെലച്ചക്കൊക്കെ ഒന്നും ബലം വെക്കണ്ടാക്കിയത്. പിന്നെ ചോറും കറിയും അങ്ങനെയൊന്നും ഉണ്ടാക്കണില്ല. പെലച്ചക്കും ഇതന്നെയാണ് കേട്ടോ. നമ്മൾ അത്തായത്തിനും പിന്നെ പത്തിരിയും കറിയും തന്നെയാണ്. അപ്പോൾ രണ്ടിനും പാടുള്ള പത്തിരിയാണ് കേട്ടോ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ കറിയും പത്തിരിയാണ് നമ്മൾ പിന്നെ നോമ്പ് തുറക്കാനും അതേപോലെ നമുക്ക് അത്തായത്തിനും കേട്ടോ. ചോറൊക്കെ വെച്ചാൽ പിന്നെ അതും ബാക്കിയാവും. എല്ലാം പാടാകുമ്പോൾ ഒന്നും തിന്നാനും കഴിയില്ല. നോമ്പ് തുറന്നാൽ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴത്തേന് തന്നെ പിന്നെ നമുക്ക് അത്യാവശ്യത്തിനാവും. അപ്പോൾ പിന്നെ എല്ലാം ഉണ്ടാക്കിയാണ്ട് സമയം വെറുതെ വേസ്റ്റാക്കണ്ട, സാധനം വേസ്റ്റാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ തേങ്ങ മുറി കേട്ടോ. കയ്യിലൊന്നും ഒതുങ്ങൂല, അത്രയ്ക്ക് വലിപ്പമാണ് കേട്ടോ തേങ്ങ മുറി. തേങ്ങേൻ്റെ വലിപ്പം അത്രയും വട്ടത്തിലില്ല തേങ്ങേനും. പണ്ടൊക്കെ ഇങ്ങനത്തെ ഇതിൽ ചിരട്ടക്കൈയിലിട്ട് തള്ളക്കൈയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അന്ന് നമ്മൾ ഫസ്റ്റത്തെ ദിവസമാണ് ജ്യൂസ് അടിക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ മൈസൂർ പഴം ഉണ്ടായപ്പോൾ ഞാൻ അതിട്ടിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കിയേക്കാണ്. പിന്നെ വത്തക്കയും പിന്നെ ഈത്തപ്പഴവും പച്ചമുന്തിരിയൊക്കെയാണ് കേട്ടോ നമുക്ക് തുറക്കാനുള്ള പിന്നെ ഐറ്റംസുകൾ. അപ്പോൾ വത്തക്കൊക്കെ അപ്പം നമ്മളെ അയൽവാസിൻ്റെ അടുത്ത് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് അപ്പം വന്നതുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ജ്യൂസ് അടിച്ചിന്. അപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കിയേക്കാണ്. പിന്നെ ചെറുതായി കട്ടൻ ചായയും കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ടൻ ചായക്കൊക്കെ ഒരു പൂതി കേട്ടോ. അപ്പോൾ അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ സോനു നോമ്പൊക്കെ നോൽക്കലുണ്ട് കേട്ടോ. നോമ്പൊക്കെ തുറന്നതിന് ശേഷം രാത്രിയിലാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കണേ. സമയം കിട്ടിയില്ല. ബിസ്ക്കറ്റ് കുറച്ച് ഖുറാനൊക്കെ ഓതൽ കഴിഞ്ഞിട്ട് പിന്നെ ഇഷാവും തറാവീഹൊക്കെ ആയപ്പോഴത്തേനൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിന് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അവസ്ഥയാണ് കേട്ടോ മക്കളെ. ഏതെങ്കിലും ഇങ്ങോട്ട് ചിരട്ട കത്തിച്ചെടുത്ത് താത്ത അടുപ്പ് പൊളിയും പറയലില്ലേ. അപ്പോൾ ചിരട്ട ചിലവാകണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാറ്ററിങ്ങിന് കുറേ വിറകന്നെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ആകെ പൊളിഞ്ഞിക്കണം കേട്ടോ. ടൈൽസിൻ്റെ ഒക്കെ ഉള്ളൊക്കെ പൊട്ടി പോന്നിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മളെ കോണിൻ്റെ പണിയെടുക്കാൻ വന്ന പണിക്കാർ കുറച്ച് സിമെൻറ്റ് ഇടുന്നതിന് അവർക്ക് ആവശ്യത്തിന്. അപ്പോൾ ഇതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ അവിടെ വെച്ചിട്ട് പോയിക്കണം ആവശ്യമില്ലാതെ. ഞാനത് ഇനി വെറുതെ കട്ട പിടിപ്പിച്ച് കളയണ്ടല്ലോ. ഏതായാലും ഞാനിത് 2 കിലോ വാങ്ങിയിട്ട് പിന്നെ അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിന് നോമ്പിന്. അപ്പം ഞാൻ ഈ നോമ്പിന് നമുക്ക് പ്രത്യേകിച്ച് വർക്കും കാര്യമൊന്നും ഇല്ലെങ്കിൽ അടുപ്പൊന്നും കത്തിക്കൂല കേട്ടോ. ഫുള്ള് ഗ്യാസിൽ തന്നെയാണ് നമ്മൾ ആവശ്യത്തിനുള്ളത്. സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളി ഉണ്ടാക്കുക. കുറേ സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതിന് കറണ്ട് അടുപ്പും ഗ്യാസ് തന്നെ ധാരാളമാണ്. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അടുപ്പൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അടുപ്പിനൊക്കെ ഒന്ന് തേമ്പി കൊടുക്കുകയാണ്. പക്ഷെ അതൊന്നും എത്തൂല കേട്ടോ. ഓരോരോ മടകളാണ് കേട്ടോ. ഈ സൈഡും ആ സൈഡും നടുമൊക്കെ പൊളിഞ്ഞ് പോയിക്കണ്. അപ്പോൾ ആദ്യം ഞാൻ മണലൊന്നും കൂട്ടാതെ വെറും സിമെൻറ്റ് പിന്നെ ഒന്ന് ഗ്രൗട്ടാക്കിങ്ങാണ്ട് ഒന്ന് തേച്ച് കൊടുക്കാനുണ്ടോ. പിന്നെ പൊളിഞ്ഞ ആ ഭാഗത്തൊക്കെ അങ്ങനെ തേച്ചാൽ മതി. പക്ഷേ ഇവിടെ ഈ അടുപ്പിൻ്റെ ഈ തുമ്പത്ത് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഓരോരോ പക്കാണ് കേട്ടോ. ടൈൽസിൻ്റെ ഉള്ളിലൊക്കെ അവിടെയൊക്കെ നന്നായിട്ട് തേക്കന്നെ വേണം കേട്ടോ. പിന്നെ അത് തൽക്കാലം അവിടെ ഇട്ടുങ്ങാണ്ട് ഈ ഗ്രൗട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറിയ കട്ടില്ലാത്ത സ്ഥലത്തൊക്കെ ഇതിങ്ങനെ തേച്ചിങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് അവിടേക്ക് ഞാൻ കുറച്ച് മണലൊക്കെ കൂട്ടിക്കാണ്ട് അയച്ചങ്ങനെ സിമെൻറ്റ് കൂട്ടി കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു സിമെൻറ്റ്. അപ്പോൾ അവിടെ മണലൊക്കെ കൂട്ടിക്കാണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പം ഇനി ഒരു 8-10 ദിവസം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിങ്ങാണ്ട് അങ്ങനെ നമ്മൾ അടുപ്പിനെ ഫ്രീ ആക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും തന്നെയല്ലേ പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തേച്ച് കൊടുത്തേക്കണേ കഴിയണ പോലെയൊക്കെ. എന്നാലും നല്ലോണം ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. ടൈൽസൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് എത്ര തേച്ചാലും ഞാൻ അവിടെ റെഡിയാകുമൊന്നുമില്ല. പണിക്കാരില്ലാതെ പിന്നെ കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിട്ട് നമ്മളെ കയ്യിൽ ഇത് പൊള്ളിപ്പോവും. സിമെൻറ്റൊക്കെ പച്ചയിൽ ഇങ്ങനെ കൈമ ആയാൽ പൊള്ളണ പ്രശ്നമൊന്നുമില്ല. ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് ഒരു തുള്ളി എവിടെ ആയിട്ടില്ല. കൈ കഴുകേണ്ട ഒരു
ആവശ്യമല്ല. ഗ്ലൗസ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ.